ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. വാൽമീകി രാമായണത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഉത്തരകാണ്ഡത്തിലെ ആണ് നമ്മൾ രാവണാദി രാക്ഷസന്മാരെ വധിച്ച് വിജയം വരിച്ച ശ്രീരാമചന്ദ്രൻ അയോധ്യയിലെത്തി തൻ്റെ രാജ്യം ഭരിച്ചു. അപ്പോൾ അവിടേക്ക് എത്തിച്ചേർന്ന അഗസ്ത്യാദി മഹർഷികളും രാമനും തമ്മിലുള്ള സത്സംഗമത്തിൽ രാക്ഷസാദികളുടെ ഉത്ഭവവും രാവണന്റെ വീരപരാക്രമങ്ങളും അറിയാൻ ആഗ്രഹിച്ച ശ്രീരാമന് അഗസ്ത്യ മഹർഷിയാണ് ആ കഥകളെല്ലാം പറഞ്ഞു കൊടുത്തത്. ഘോര തപം ചെയ്ത് ബ്രഹ്മാവിന്റെ വരം നേടിയ രാവണൻ, ബ്രഹ്മാവിൽ നിന്നും വരം വാങ്ങിയ രാവണൻ കൂസലില്ലാതെ ത്രിലോകങ്ങളും കീഴടക്കാൻ ആഗ്രഹിച്ചു. ദിക്പാലകന്മാരെ ജയിക്കാനായി പുറപ്പെട്ട രാവണൻ ആദ്യം സഹോദരനായ വൈശ്രവണനെ തോൽപ്പിച്ച് പുഷ്പക വിമാനവും നേടി വടക്കേ ദിശയുടെ അധികാരവും നേടി. പിന്നീട് യമദേവനെയും വരുണനെയും തോൽപ്പിച്ച് തെക്കും പടിഞ്ഞാറും ദിശകൾ കീഴടക്കി. അതിനുശേഷം കിഴക്കിന്റെ നാഥനായ ഇന്ദ്രനെ ജയിക്കാനായി രാവണൻ രാക്ഷസന്മാരോടൊത്ത് ദേവലോകത്ത് ചെന്നു. അങ്ങനെ ദേവന്മാരുടെ പിന്നാലെ വിരോധികളായ ദൈത്യന്മാരും രാവണന്റെ പിന്നാലെ യുദ്ധത്തിനായി പോയി ദേവലോകത്തേക്ക്. അങ്ങനെ രാക്ഷസന്മാരും ദൈത്യന്മാരും ദേവന്മാരോട് യുദ്ധം തുടർന്നു. രാക്ഷസ ദൈത്യന്മാരും ദേവന്മാരും തമ്മിൽ അതിഘോരമായ യുദ്ധം നടന്നു. ദേവന്മാരോട് പോരാടാൻ പറഞ്ഞ ദേവേന്ദ്രൻ ഭഗവാൻ വിഷ്ണുവിനെ കാണാൻ പോയി കാര്യങ്ങളെല്ലാം അറിയിച്ചു. ഭഗവാൻ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, വരഗർഭിതനായ ഈ ദുരാത്മാവിനെ പോരിൽ നേരിടാൻ ദേവന്മാർക്കോ ദാനവന്മാർക്കോ സാധിക്കില്ല. ജയിക്കാൻ സാധിക്കില്ല, വധിക്കാനോ സാധിക്കില്ല ആർക്കും. സമയമാകുമ്പോൾ ഞാൻ തന്നെ നേരിട്ടവനെ വധിച്ചു കൊള്ളാമെന്ന് ഭഗവാൻ വാക്കുകൊടുത്തു ദേവേന്ദ്രന്. ഇപ്പൊ നേരിട്ടാൽ ജയിക്കാൻ പ്രയാസമാണ്. അതുകൊണ്ട് സമയമാകുമ്പോൾ ഞാൻ വന്ന് തന്നെ ആ രാവണനെ നിഗ്രഹിച്ചു കൊള്ളാമെന്ന് ഭഗവാൻ വിഷ്ണു ദേവേന്ദ്രനോട് പറഞ്ഞു. രാക്ഷസന്മാരോട് നേരിടാൻ കഴിയാതെ ദേവന്മാർ ഭയപ്പെട്ട് ഓടുന്നത് കണ്ട് വസുക്കളിൽ 8ാമനായ സാവിത്രൻ രോഷത്തോടെ അവരെ നേരിട്ടു. സാവിത്രനും സുമാലിയും തമ്മിൽ അതിഗംഭീരമായി പോരു ചെയ്തു. ഒടുവിൽ സാവിത്രൻ ആ സുമാലിയെ വധിച്ചു. സുമാലിയെ വധിച്ചത് കണ്ട് രാക്ഷസന്മാരെല്ലാം പിന്തിരിഞ്ഞോടി ഭയപ്പെട്ട്. രാക്ഷസന്മാരെല്ലാം ഭയപ്പെട്ട് ഓടുന്നത് കണ്ട് കോപത്തോടെ മേഘനാഥൻ വന്ന് യുദ്ധം തുടർന്നു. മേഘനാഥനും ഇന്ദ്രപുത്രനായ ജയന്തനും തമ്മിൽ വലിയ പോരാട്ടം നടന്നു. രാവണി പടകളോടൊത്ത് ജയന്തനെ വളഞ്ഞ ശസ്ത്രങ്ങൾ കൊണ്ട് മൂടി. ആ സമയത്ത് ദൈത്യവരനും ശചീദേവിയുടെ പിതാവുമായ പുലോമാവ്, അതായത് ജയന്തന്റെ മുത്തശ്ശൻ മാതാമഹൻ, പുത്രിയുടെ പുത്രനെ രക്ഷിക്കാനായി എടുത്തുകൊണ്ടുപോയി അകലേക്ക് സമുദ്രത്തിൽ പോയി ഒളിച്ചു. സമുദ്രത്തിൽ കൊണ്ടുപോയി ആ പേരക്കുട്ടിയെ രക്ഷിച്ചു. ജയന്തനെ രക്ഷിച്ചു ആ പുലോമാവ്. പുത്രനെ കാണാതായതും രാവണിയുടെ പരാക്രമവും കണ്ട് ദേവേന്ദ്രൻ തന്നെ യുദ്ധത്തിന് പുറപ്പെട്ടു. അപ്പോഴേക്കും തേരിൽ കയറി ദശഗ്രീവനും ഇന്ദ്രനെ നേരിടാനായിട്ട് എത്തി. ദശഗ്രീവൻ പുത്രനെ പിന്തിരിപ്പിച്ച് സൈന്യങ്ങളോടുകൂടി
ഇന്ദ്രനോട് യുദ്ധം ചെയ്തു. ഇന്ദ്രനും രാവണനും തമ്മിൽ അതിഘോരമായ പോര് നടന്നു. അവരുടെ അസ്ത്രവർഷം കൊണ്ട് ഒരിടത്തും ഒന്നും തന്നെ തിരിച്ചറിയാൻ കഴിയാതെ ഇരുളിൽ ആണ്ടുപോയി. ആ ഇരുട്ടിലും ബലോത്കടന്മാരായ ദേവന്മാരും രാക്ഷസന്മാരും തമ്മിൽ അതിഘോരമായ പോര് തുടർന്നു. തത്തമസിജം സംജാതേ സർവേ തേ ദേവരാക്ഷസ അയുധ്യന്ത ബലോന്മത്ത സൂതയന്ത പരസ്പരം. ഇരുട്ട് പരന്നിട്ടും അവരവിടെ യുദ്ധം തുടർന്നു, ആ ദേവന്മാരും രാക്ഷസന്മാരും തമ്മിൽ. പിന്നെ സുരസൈന്യങ്ങൾ, ദേവന്മാരെ മഹത്തായ രാക്ഷസ സൈന്യങ്ങളെ പോരിൽ 10 കുറച്ചു. ആ യുദ്ധത്തിൽ സുരന്മാരാണ് രാക്ഷസന്മാരെ അധികം വധിച്ചത്. അവരുടെ എണ്ണം വളരെ കുറച്ചു. 10 ഉള്ളൂ, ഇനി ബാക്കി 9 ഭാഗവും യമലോകത്തിലേക്ക് എത്തിച്ചു എന്നർത്ഥം. അതായത് വളരെ കുറച്ചേ ആ രാക്ഷസന്മാരെ ശേഷിച്ചുള്ളൂ, ബാക്കി എല്ലാവരെയും കൊന്നൊടുക്കി ദേവന്മാരുടെ സൈന്യം. ആ ഇരുട്ടിലെ പോരാട്ടത്തിൽ പരസ്പരം പൊരുതുന്ന ദേവന്മാർക്കും രാക്ഷസന്മാർക്കും തമ്മിൽ തമ്മിൽ കണ്ടറിയാൻ സാധിക്കാതായി. അവിടെ കൂരിരുട്ട് പരന്നിട്ടും ഇന്ദ്രൻ, രാവണൻ, ബലവാനായ ആ രാവണി എന്നീ 3 പേർ മാത്രം അതിൽ പരിഭ്രമിച്ചില്ല. അവിടെ പോര് തുടർന്നു. സൈന്യങ്ങളെല്ലാം ഞൊടിനേരം കൊണ്ട് നശിച്ചത് കണ്ടപ്പോൾ രാവണൻ തീവ്രമായ ക്രോധം പൂണ്ട് ഉച്ചത്തിൽ അട്ടഹസിച്ചു. ക്രോധാസൂതം ചതുർധർഷ സ്യന്തനസ്തമുവാചഃ പരസൈന്യസ്യ മധ്യേനായ വദന്തോ നയസ്വമാം. ദുർജയനായ ആ രാവണൻ ക്രോധത്തോടെ സൂതനോട് പറഞ്ഞു, ശത്രു സൈന്യത്തിന്റെ നടുവിൽ കൂടെ എന്നെ അങ്ങേയറ്റം വരെ നയിക്കണം. ശത്രുവിന്റെ നടുവിൽ കൂടി എന്നെ കൊണ്ടുപോകാൻ പറഞ്ഞു ക്രോധത്തോടുകൂടി രാവണൻ. ഇന്ന് ഞാൻ ഈ സുരന്മാരെയെല്ലാം യമലോകത്തേക്ക് അയക്കുന്നുണ്ട്. ഇന്ദ്രനെയും വരുണനെയും യമനെയും ധനതനെയും ഞാൻ ഇന്ന് വധിക്കും. ദേവന്മാരെ വധിച്ച ശേഷം ഞാൻ തന്നെ എല്ലാവർക്കും മീതയായിത്തീരും, നായകനായിത്തീരും 3 ലോകത്തിൻ്റെയും എന്നെല്ലാം രാവണൻ ഉദ്ഘോഷിച്ചു. നീ വിഷമിക്കേണ്ട ആവശ്യമില്ല, തേര് വേഗം തെളിക്കൂ. വീണ്ടും വീണ്ടും പറയാണ് രാവണൻ, എന്നെ മുന്നോട്ട് നയിക്കൂ. ഒരിക്കൽ കൂടി ഞാൻ നിന്നോട് പറയുന്നു, എന്നെ അങ്ങേയറ്റം വരെ കൊണ്ടുപോകൂ. നമ്മൾ നിൽക്കുന്ന ഈ സ്ഥലം നന്ദനോദ്യാനമാണ്. നീ എന്നെ ഇപ്പോൾ ഉദയപർവ്വതത്തിന്റെ അടുത്ത് വരെ കൊണ്ടുപോകണം. അവന്റെ ആ വാക്ക് കേട്ട് മനോവേഗതയുള്ള കുതിരകളെ ശത്രുക്കളുടെ ഇടയിലൂടെ ആ സൂതൻ തെളിച്ചു കൊണ്ടുപോയി. അവന്റെ നിശ്ചയമറിഞ്ഞപ്പോൾ ഇന്ദ്രൻ തേരിൽ ഇരുന്നു കൊണ്ട് പോരിന് നിൽക്കുന്ന സുരന്മാരോട് പറഞ്ഞു. ഇന്ദ്രന് മനസ്സിലായി രാവണന്റെ ഉദ്ദേശം. ജീവന്നേവ ദശഗ്രീവാ സാധുരക്ഷോ നിഗൃഹ്യതാം സുരാ ശൃണ്വതമദ്വാക്യം യത്താവൻ മമ രോചത്തെ ജീവന്നേവ ദശഗ്രീവ സാധുരക്ഷോ നിഗൃഹ്യതാം. ദേവന്മാരെ കേൾക്കുവിൻ, എനിക്ക് ശരിയെന്ന് തോന്നുന്നത് ഞാൻ പറയാം. ഈ ദശഗ്രീവ രാക്ഷസനെ ജീവനോടെ പിടിക്കുന്നതാണ് നല്ലത്. വരദാനം കൊണ്ട് നിർഭയനായ ഇവനെ ഇപ്പോൾ വധിക്കാനാവില്ല. അതിനാൽ ഈ രാക്ഷസനെ നമുക്ക് പിടിച്ചു കെട്ടാം. നിങ്ങൾ യുദ്ധത്തിൽ ശ്രദ്ധിക്കുവിൻ. എങ്ങനെയാണോ ബലിയെ നിഗ്രഹിച്ച് ഞാൻ ത്രൈലോക്യവും ഭുജിക്കുന്നത്, അതുപോലെ ഈ പാപിയെയും ബന്ധിക്കാമെന്ന് എനിക്ക് തോന്നുന്നു എന്ന് ദേവേന്ദ്രൻ പറഞ്ഞു. തതോന്യം ദേശമാസ്തായ ശക്രസന്ധിജരാവണം അയുധ്യേത മഹാരാജ രാക്ഷസാംസ്ത്രാസയൻ രണേ. മഹാരാജൻ അനന്തരം ഇന്ദ്രൻ രാവണനെ വിട്ട് പോർക്കളത്തിൽ മറ്റൊരിടത്തേക്ക് ചെന്ന് ആ രാക്ഷസന്മാരോട് യുദ്ധം തുടർന്നു. ഇത് പറയുന്നത് അസ്തിമഹർഷിയാണ്. ആ ശ്രീരാമനോട് ആണ് സംബോധന ചെയ്തത്. മഹാരാജൻ എന്ന് വിളിച്ചത് ശ്രീരാമനെയാണ്. ശ്രീരാമനോട് അസ്തിമഹർഷി പറഞ്ഞു, അതിൻ്റെ ഇടയിൽ ഇന്ദ്രൻ രാവണനെ വിട്ട് പോർക്കളത്തിൽ ചെന്ന് മറ്റു രാക്ഷസന്മാരോട് പോരാടി. രാവണനും പിന്മാറാതെ വടക്ക് വശത്തുകൂടി പ്രവേശിച്ചു, തെക്ക് വശത്തുകൂടെ ഇന്ദ്രനും. അപ്പോഴാ രാക്ഷസനായ രാവണൻ 100 യോജന ദൂരം ചെന്ന് ദേവന്മാരെ എല്ലാം അമ്പിൻ മഴകൾ കൊണ്ട് ചൊരിഞ്ഞു എന്ന് പറഞ്ഞാൽ ധാരാളം അസ്ത്രങ്ങൾ വർഷിച്ചു. ആ
ദേവന്മാരെയെല്ലാം വീഴ്ത്തി. അതിൽ സ്വന്തം പടം ഒടിഞ്ഞത് കണ്ട പുരന്ദരൻ സ്വന്തം ദേവന്മാരെല്ലാം മരിച്ചു വീഴുന്ന കണ്ടിട്ടും ഇന്ദ്രൻ പതരാതെ രാവണനെ കെട്ടിവരിഞ്ഞ് പിന്മാറി. രാവണനെ ബന്ധിക്കാനാണല്ലോ ഇന്ദ്രൻ പുറപ്പെട്ടത്. ആ രാവണനെ ബന്ധിച്ച് പിന്മാറി. ഇന്ദ്രൻ രാവണനെ ബന്ധിച്ചത് കണ്ടപ്പോൾ ദാനവന്മാർ, രാക്ഷസന്മാരെല്ലാം ഉറക്കെ മുറവിളി കൂട്ടി. അവരുടെ മുറവിളി കേട്ടിട്ട് ക്രോധമൂർച്ഛിതനായ രാവണി തീരിൽ കയറി ദാരുണമായ സൈന്യത്തിലേക്ക് രോഷത്തോടെ പാഞ്ഞു കയറി. രാക്ഷസന്മാരുടെ നിലവിളി കേട്ടിട്ട് പിന്നെ രാവണപുത്രനായ ആ മേഘനാഥനാണ് സൈന്യത്തിലേക്ക് വന്ന് യുദ്ധം ചെയ്യുന്നത്. ഇന്ദ്രന്റെ നേർക്ക് വരാണ്. പശുപതി പണ്ട് നൽകിയ മഹാമായയും പ്രയോഗിച്ച് മഹാദേവൻ വരദാനം നൽകിയിട്ടുണ്ടല്ലോ ആ മേഘനാഥന്. ആ മായ പ്രയോഗിച്ചാണ് അവൻ ഈ ദേവന്മാരുടെ സൈന്യത്തിലേക്ക് പാഞ്ഞു കയറിയത്. ആർക്കും മേഘനാഥനെ കാണാൻ സാധിക്കാതായി. ദേവന്മാരെയെല്ലാം വിട്ട് ദേവേന്ദ്രന്റെ നേർക്ക് പാഞ്ഞെടുത്തു. മഹാതേജസ്വിയായ മഹേന്ദ്രൻ ശത്രുപുത്രനെ മാത്രം കണ്ടില്ല. രാവണന്റെ പുത്രനെ ദേവേന്ദ്രന് കാണാൻ സാധിച്ചില്ല. കാരണം മായയാൽ മറഞ്ഞുകൊണ്ടിരിക്കുന്ന അദൃശ്യനായി നിന്നാണ് ഇന്ദ്രജിത്ത്, അതായത് ഇന്ദ്രജിത്ത് എന്ന പേര് വരാൻ പോകുന്നേ ഉള്ളൂ. അതിനു മുമ്പ് രാവണി എന്നൊക്കെയാണ്, അല്ലെങ്കിൽ മേഘനാഥൻ എന്നൊക്കെ പറയാം. അങ്ങനെ ആ ശത്രുപുത്രനെ മാത്രം കണ്ടില്ല എന്നേ പറഞ്ഞിട്ടുള്ളൂ. രാവണപുത്രനെ അവിടെ കണ്ടില്ല. അദൃശ്യനായി നിന്നാണ് മറഞ്ഞു നിന്നുകൊണ്ടാണ് രാവണ യുദ്ധം ചെയ്തത്. അവൻ നേർക്ക് വരുന്ന മാതലിയെ ശസ്ത്രങ്ങൾ കൊണ്ട് മൂടിയതിനു ശേഷം ഇന്ദ്രനെയും ശരവർഷങ്ങൾ കൊണ്ട് മൂടി. അസ്ത്രങ്ങളെ കൊണ്ട് തേരാളിയെയും മഹേന്ദ്രനെയും മൂടിക്കഴിഞ്ഞു. അപ്പോ ദേവേന്ദ്രൻ രഥത്തിൽ നിന്നിറങ്ങി സാരഥിയെ പറഞ്ഞയച്ച ശേഷം ഐരാവതത്തിൽ കയറി ആ രാവണിയെ അന്വേഷിക്കാൻ തുടങ്ങി. എവിടെയാണ് ഈ രാവണപുത്രൻ, എവിടെ നിന്നാണ് ഈ അസ്ത്രങ്ങൾ വരുന്നത് എന്ന് അന്വേഷിക്കുകയാണ്. അവനപ്പോൾ മായാബലത്താൽ അദൃശ്യനായി ആകാശത്തിൽ നിന്നുകൊണ്ട് മഹേന്ദ്രനെ ബന്ധിച്ചു. പിന്നെ അസ്ത്രങ്ങൾ കൊണ്ട് പീഡിപ്പിച്ചു. ഇന്ദ്രൻ പരീക്ഷീണനായെന്ന് കണ്ടപ്പോൾ രാവണി അദ്ദേഹത്തെ മായ കൊണ്ട് ബന്ധിച്ച് തൻ്റെ സൈന്യത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. മഹേന്ദ്രനെ അവൻ കൊണ്ടുപോകുന്നത് കണ്ടപ്പോൾ ദേവന്മാരെല്ലാം എന്തു ചെയ്യാൻ കഴിയുമെന്ന് ചിന്തയിലാണ്. ഇനി എന്താണ്, ദേവേന്ദ്രനെ ബന്ധിച്ചു കഴിഞ്ഞു, ഇനി ദേവന്മാർക്കെല്ലാം എന്താണ് ചെയ്യേണ്ടതെന്ന് ഒരു പിടിയില്ലാണ്ടായി. മായാവിയും രണജേതാവും വിദ്യാവാനായ ഇന്ദ്രനെ പോലും മായ കൊണ്ട് മയക്കിയ ഇന്ദ്രജിത്തിനെ കാണുന്നില്ലല്ലോ എന്ന് അവർ ചിന്തിച്ചു. ആ സമയം ദേവഗണങ്ങളെല്ലാം കോപാവിഷ്ടരായി ശരവർഷങ്ങൾ ചെരിഞ്ഞ് രാവണനെ പിന്തിരിച്ചു. ദേവന്മാരെ രാവണനോട് എതിർത്തു. വസുക്കളോടും ആദിത്യരോടും എതിരിട്ട രാവണനെ അപ്പോൾ വൈരികൾ വലച്ചതിനാൽ എതിർത്ത് പൊരുതാൻ കഴിയാതായി. രാവണന് ബന്ധിച്ചത് കാരണം ഒന്നും ചെയ്യാൻ കഴിയാതായി. ആ ദേവന്മാരോട് യുദ്ധം ചെയ്യാൻ രാവണന് സാധിച്ചില്ല. പ്രഹരങ്ങളേറ്റ് പീഡിതനായ പിതാവിനെ കണ്ടപ്പോൾ അദൃശ്യനായി നിന്നുകൊണ്ട് തന്നെ രാവണി ഇങ്ങനെ പറഞ്ഞു. രാവണനോട് പറയുകയാണ്, അച്ഛാ വരൂ, നമുക്ക് പോകാം. ഇനി ഈ പോരാട്ടമൊക്കെ നിർത്താം. നാം ജയിച്ചു കഴിഞ്ഞു. അങ്ങ് എല്ലാ ദുഃഖങ്ങളും ഉപേക്ഷിച്ച് സ്വസ്ഥനായി തീരുക. ഇതാ സുരസൈന്യത്തിനും ത്രിലോകങ്ങൾക്കും നായകനായവൻ ആ ഇന്ദ്രൻ ഭാഗ്യത്താൽ നമ്മുടെ പിടിയിൽപ്പെട്ടു. ദേവകളുടെ അഹങ്കാരവും നശിച്ചു. വൈരിയെ വീര്യം കൊണ്ട് വരുതിയിലാക്കിയ ശേഷവും വെറുതെ എന്തിന് പ്രയത്നം ചെയ്യുന്നു? ഇനി യുദ്ധം ചെയ്യേണ്ട ആവശ്യമില്ല. വൈരി നമ്മളുടെ കീഴിലായി കഴിഞ്ഞല്ലോ. 3 ലോകങ്ങളെയും അങ്ങ് യഥേഷ്ടം അനുഭവിച്ചുകൊള്ളൂ. ഇനി യുദ്ധത്തിന്റെ യാതൊരു ആവശ്യമില്ല എന്ന് രാവണിയുടെ വാക്കുകേട്ട് രാവണൻ സ്വസ്ഥചിത്തനായിത്തീർന്നു. ആ ദേവഗണങ്ങളും പോരിൽ നിന്ന് പിന്മാറി. ദേവന്മാരെല്ലാവരും തോറ്റു പിന്മാറി ദേവേന്ദ്രനെ ബന്ധിച്ചു കഴിഞ്ഞപ്പോൾ. ആ രാക്ഷസനായ രാവണൻ രണജ്വരം തീർന്ന് വിജയം നേടി സംതൃപ്തനായി സ്വഭവനത്തിലേക്ക് പുറപ്പെട്ടു.
തൻ്റെ പുത്രനോട് ഇങ്ങനെ പറയും ചെയ്തു, അമരസമവിക്രമ, ദേവേന്ദ്രനെയും ദേവന്മാരെയും നീ തോൽപ്പിച്ചല്ലോ. അമാനുഷ ശക്തിയാർന്ന ആ പരാക്രമങ്ങളാൽ എൻ്റെ വംശമഹിമയും മാനവും വർദ്ധിച്ചു. ഇങ്ങനെ പറഞ്ഞ രാവണൻ ഇന്ദ്രനെ തേരിലേറ്റി അങ്ങ് കൊണ്ടുപോയാലും, ഇന്ദ്രനെ രഥത്തിലേറ്റി കൊണ്ടുപോകും, നീയും ഇവിടെ നിന്ന് സേനാവൃതനായി നഗരത്തിലേക്ക് പോയിക്കൊള്ളൂ, ഞാനും മന്ത്രിമാരോടൊത്ത് നിന്റെ പിന്നാലെ വരാം എന്നെല്ലാം രാവണൻ ഇന്ദ്രജിത്തിനോട് പറഞ്ഞു. രാക്ഷസനായ ആ രാവണപുത്രൻ വാഹന സൈന്യസമേതനായി ഇന്ദ്രനെ ബന്ധിച്ച് സ്വഭവനത്തിൽ കൊണ്ടുചെന്ന ശേഷം സന്തുഷ്ടനായി തീർന്നു. മറ്റുള്ള രാക്ഷസന്മാർക്കൊക്കെ വിട നൽകി. സ്വസ്ഥനായി രാവണനും ഇന്ദ്രജിത്തും ആ ലങ്കയിൽ ചെന്നു. ഇന്ദ്രനെ ബന്ധിച്ചിട്ടിരിക്കുകയാണ്. ഇനി ദേവന്മാരും എല്ലാം ചെന്ന് ബ്രഹ്മാവിനോട് സങ്കടം പറയുന്നു. ബ്രഹ്മാവിനെയും കൂട്ടി ദേവന്മാര് ഇന്ദ്രനെ മോചിപ്പിക്കാനായിട്ട് പോവുകയാണ്. ഹരിരാം, അതൊക്കെ അടുത്ത സർഗത്തിലാണ് പറയുന്നത്. ഇന്ദ്രമോചനം എങ്ങനെയാണ് ഇന്ദ്രനെ മോചിപ്പിക്കുന്നതെന്ന് അടുത്ത സർഗത്തിൽ കേൾക്കാം വിസ്തരിച്ച്. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ. സ്വസ്തി പ്രജാഭ്യാം പരിപാലയന്ത ന്യായേന മാർഗേണ മഹിം മഹീഷ, ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം, ലോകാ സമസ്താ സുഖിനോ ഭവന്തു, ലോകാ സമസ്താ സുഖിനോ ഭവന്തു, ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി. കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതി സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ശ്രീകൃഷ്ണാർപ്പണമസ്തു. ശ്രീ ജഗദംബാർപ്പണമസ്തു. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം തത്സത്.